നമ്മുടെ ചിത്ര ചേച്ചിക്ക് ഇപ്പോൾ ഏറിൽ നിന്നിറങ്ങാൻ സമയമില്ലല്ലേ. നമ്മുടെ നാട്ടിലെ കുറേ വർഗീയവാദികളും കുറേ ദുഷിച്ച ചിന്താഗതിക്കാരും കുറേ കുത്തിത്തിരിപ്പുകാരും എല്ലാവരും കൂടെ അവരെ ഏറെ കയറ്റി വിട്ടേക്കാണ്. ശരിക്കും പറഞ്ഞാൽ അവർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആലോചിച്ചിട്ട് നമ്മുടെ സ്വന്തം നാട്ടുകാരോട് അവർ പറഞ്ഞത് അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ശ്രീരാമ മന്ത്ര ജപവും 5 തിരിയിട്ട വിളക്ക് കത്തിക്കണം എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവരിതൊന്നും പ്രതീക്ഷിച്ചായിരിക്കില്ല അങ്ങനെ ഒരു വാക്ക് ഉച്ചരിച്ചത്. പക്ഷെ നമ്മുടെ നാട്ടിലെ നല്ലവരായ കുറേ വർഗീയവാദികളും ദുഷിച്ച മതചിന്താഗതിക്കാരും കൂടി അവരെ ഏറെ കയറ്റിവിട്ടു. അവർ വളർന്നു വന്ന സാഹചര്യവും ദൈവവിശ്വാസിയാണ്. ആ ഒരു ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആർക്കും ദോഷം വരരുതെന്ന് പറഞ്ഞിട്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇപ്പം അത് ഏറ്റവും വലിയ ദോഷമായിട്ട് ചിത്ര ചേച്ചിക്ക് തന്നെ അത് തിരിച്ചടിച്ചു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കാലത്തെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിലത്തെ കാര്യങ്ങൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നല്ല സംഭാവനകൾ നൽകിയത് നമ്മുടെയൊക്കെ ബാല്യകാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന നിരവധി പാട്ടുകൾ ചിത്ര ചേച്ചി ആലപിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കേവലം ഒരു നിമിഷം കൊണ്ട് ആവിയായി നമ്മുടെ കേരളക്കാരതെല്ലാം മറന്ന് നിരവധി തവണ ദേശീയ പുരസ്കാരങ്ങളും പത്മശ്രീ വരെ കിട്ടിയതുമാണ് നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിക്ക്. ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ആവിയായിപ്പോയി. എല്ലാ രീതിയിലും നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളത് പല കമന്റോളികളും മറന്നു പോകുന്നുള്ളത്. അല്ലെങ്കിൽ ഈ KS ചിത്രയെ പോലെ ഒരു മഹത് വ്യക്തിയെ ഇങ്ങനെ ട്രോളുന്നവര് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അള്ളാഹു മാത്രമാണ് ലോകത്തിലെ ഏറ്റവും ഏക ദൈവമെന്ന് വിശ്വസിക്കാൻ മുസൽമാനും, യേശുവാണ് ലോകത്തിലെ ദൈവമെന്ന് വിശ്വസിക്കാൻ ഒരു ക്രിസ്ത്യാനിക്കും, കൃഷ്ണനാണ് ലോകത്തിലെ ദൈവമെന്ന് വിശ്വസിക്കാൻ ഒരു ഹിന്ദുവിനും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പലരും പല സാഹചര്യങ്ങളും മറന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരെ അത് ഇപ്പൊ KS ചിത്ര അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഇപ്പൊ വിളക്ക് കത്തിച്ച് രാമനാമം ജപിക്കണം എന്നവർ പറഞ്ഞതുകൊണ്ട് അത് അവരവരുടെ ഇഷ്ടമാണ്. അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. അവര് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് അക്ഷതം സ്വീകരിച്ചതുകൊണ്ട് അവരത് പറഞ്ഞു. വിളക്ക് കത്തിക്കുകയോ രാമനാമം ജപിക്കുകയോ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും അവകാശമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതുപോലുള്ള കമന്റോളികൾക്കും അല്ലെങ്കിൽ ഈ വർഗീയം പടർത്താൻ ശ്രമിക്കുന്ന പല ആളുകൾക്കും അതൊരു പാഠമായിട്ടിരിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇതുപോലുള്ള ആളുകൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, അവർക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു, ആരോടെയും കൂട്ടുകൂടാമായിരുന്നു, എവിടെ വേണേലും യാത്ര ചെയ്യാമായിരുന്നു, അതുപോലുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഒന്ന് മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആളുകൾക്കൊരു മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാലോ അതിനകത്തെല്ലാം വർഗീയത മാത്രം ചിരണ്ടിയെടുത്ത് അതുകൊണ്ട് കമന്റ് ഉണ്ടാക്കി അതുകൊണ്ട് ട്രോൾ ഉണ്ടാക്കി ആ പറയുന്നവരെ ഏറിൽ കയറ്റി വിടുന്നതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു സംസ്കാരം കണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോ KS ചിത്രയുടെ കാര്യം അങ്ങനെ. ഇപ്പോ മമ്മൂക്കയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏറിന്ന് ചെറുതായിട്ട് താഴെ ഇറങ്ങിയതേ ഉള്ളൂ. അതായത് നമ്മുടെ യുവജനോത്സവത്തിൽ നമ്മുടെ കൊല്ലത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കോളേജിൽ അന്ന് വലിച്ചൊരു സിഗരറ്റിന്റെ കാര്യം, പക്ഷെ അന്ന് അദ്ദേഹത്തിന് അത്രയും കുഴപ്പങ്ങൾ വരുത്തിയില്ലായിരുന്നു. പക്ഷെ യുവജനോത്സവത്തിൽ വന്ന് അദ്ദേഹം ജസ്റ്റ് അതൊന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ വീണ്ടും ഏറിൽ കയറ്റി നമ്മളെ നല്ലവരായ ജനങ്ങൾ വീണ്ടും ഏറിൽ കയറ്റി പറത്തി വിട്ടു. അദ്ദേഹം അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് താഴെ ഇറങ്ങിയപ്പോഴാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറിന്റെ മകളുടെ കല്യാണത്തിന് വന്നിട്ട് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെ ഏറെ കയറ്റി വിട്ടേക്കാണ് നമ്മുടെ നാട്ടിലുള്ള ചില വർഗീയവാദികൾ. കാരണം അദ്ദേഹത്തെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കല്യാണത്തിനായിട്ട് പ്രവേശിച്ച സമയത്തിന് ലാലേട്ടനെ ചെക്ക് ചെയ്യാതെ കടത്തി വിട്ടു. പക്ഷെ മമ്മൂക്കയെ ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒരു ന്യൂസ് കണ്ടായിരുന്നു. അപ്പൊ ആ ന്യൂസിനകത്ത് കുറേ കമന്റ് കിടക്കുന്നു. മാപ്പിള ആയതുകൊണ്ടായിരിക്കും. പ്രധാനമന്ത്രിയായിട്ട് തന്നെയാണ് മോഹൻലാലിനും ലാലേട്ടനും മമ്മൂക്കയ്ക്കും അക്ഷതം കൊടുത്തതും അയോധ്യയിലേക്ക് ക്ഷണിച്ചതും ഒക്കെ. പ്രസാദം കൊടുക്കുകയും എല്ലാം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം കല്യാണ പന്തൽ വിട്ടു പോയതും. ഇപ്പോൾ ഇത്രയും ഏറിൽ കയറാനുള്ള കാരണം തന്നെ അദ്ദേഹം കൈ കെട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ആദ്യത്തതൊന്നും നോക്കാതെയാണ് അവർ ഇതുപോലുള്ള കമൻറ്റുകളിട്ട് അദ്ദേഹത്തെ ഇപ്പോൾ കുറേ രാഷ്ട്രീയവൽക്കരിച്ച് കുറേ മതവൽക്കരിച്ചും കുറേ വർഗീയവാദികൾ അദ്ദേഹത്തെ ഏറിൽ കയറ്റി വിട്ടേക്കുന്നത്. അതുപോലെ നമ്മളെ ചിത്രാ മാമിനെയും
ഇത്രയും ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചിത്രാമ്മ പ്രതീക്ഷിച്ച് കാണത്തില്ല. ഇത്രയും ഒരു വലിയ സാഹസത്തിലേക്കാണ് ഈ ഒരു വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ച് പോകുന്നു എന്നുള്ളത്.